ഇതെന്താണെന്നറിയോ പാർട്ടിയിൽ നിന്ന് ആ ജില്ലാ സെക്രട്ടറി ജില്ലയിൽ നിന്നുള്ള മന്ത്രിയും വലിയ വെല്ലുവിളിയിൽ നേരിടുന്നുണ്ട്. പാർട്ടിക്കകത്ത് ഒരു പണിയും ചെയ്തില്ല ഇലക്ഷന് മുമ്പ്. ഈ ജില്ലാ സെക്രട്ടറി ഒരു പണിയും ചെയ്തില്ല. ഞങ്ങൾ നന്നായി ജോലി ചെയ്തു. വോട്ടർ പട്ടികയിലെ പേര് ചേർക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി, ഞങ്ങളുടെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികൾ, ഞങ്ങളുടെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികൾ, ഞങ്ങളുടെ ബൂത്ത് കമ്മിറ്റികൾ എല്ലാം, ഞാനിത് ആദ്യമേ പറഞ്ഞില്ലേ, ഞങ്ങൾ നന്നായി മുന്നൊരുക്കം നടത്തി. തെരഞ്ഞെടുപ്പ് നടത്താൻ അങ്ങനെയാണ്. നന്നായി മുന്നൊരുക്കം നടത്തി, നന്നായി ജോലി ചെയ്തു, ക്യാമ്പുകൾ നടത്തി. എന്തിനാ ഞങ്ങൾ പുറത്തു പോയി വോട്ട് ചേർക്കണത്? ഞങ്ങൾക്കൊരു സിസ്റ്റം ഉണ്ടല്ലോ. ഞങ്ങൾ ചേർത്ത ഓരോ വോട്ട് പോലും പുറത്തേപ്പോ പിന്നെ ഞങ്ങൾക്ക് ഒരു 5000 വോട്ട് ചേർക്കാൻ പാടില്ലായിരുന്നു പുറത്തുനിന്ന്. ഇവിടെയുള്ള വോട്ടുകളാണ് ഞങ്ങൾ ഓരോ ബൂത്തിലും ചെയ്ത്. ഞങ്ങൾ പാർലമെന്റ് ഇലക്ഷന് മുമ്പ് അത് ഫലപ്രദമായി ചെയ്യാൻ പറ്റി. ഒരു 2000 വോട്ട് ചേർക്കാൻ പറ്റിയുള്ളൂ. നന്നായി നടന്നില്ല. അത് ചേലക്കരയിൽ തീരെ നടന്നില്ല. അവിടെ 6500-ലധികം വോട്ട് ചേർത്തു. ഒരു പരാതി ഇല്ലല്ലോ. അവിടെ ഒരു പരാതി ആർക്കും ഉണ്ടായില്ലല്ലോ. ഉറപ്പായിട്ട് അതൊക്കെ ഞങ്ങൾക്ക് നല്ല സിസ്റ്റം ഉണ്ട് അതിൻ്റെ അകത്ത്. കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇല്ലാത്ത ഇലക്ഷൻ മാനേജ്മെന്റ് സിസ്റ്റം കേരളത്തിലെ കോൺഗ്രസിനും UDF-നും ഉണ്ട്. നിങ്ങൾ അന്വേഷിച്ച് നോക്ക്. ചേർത്ത വോട്ടർമാരെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ട് ഫോണിൽ. ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വോട്ടർ പട്ടികയിൽ തെറ്റായ പേരുകൾ വന്നാൽ ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരും BLO-മാരുമാണ് അതിലെ കുറ്റവാളികൾ. അത് ഇതിന് ശേഷം ഈ ചേർത്തവർക്കെതിരായിട്ട് കേസെടുത്ത് അന്വേഷണം നടത്തണം. അല്ലാതെ ഇപ്പോൾ ഒരു പോളിംഗ് ബൂത്തിൽ എനിക്ക് വോട്ടുണ്ട് എന്ന് പറഞ്ഞ് ID കാർഡുമായിട്ട് വന്നാൽ അയാളെ വോട്ട് ചെയ്യിപ്പിക്കണം. അങ്ങനെ ആദ്യം തടയേണ്ടത് LDF-ന്റെ സ്ഥാനാർത്ഥിയല്ലേ. ജില്ലാ സെക്രട്ടറി തടയണമെങ്കിൽ ആദ്യത്തെ വ്യാജ വോട്ട് പുള്ളിയുടെയാണ്. ഏറ്റവും അവസാനം ചേർത്തേക്കുന്ന വോട്ടാ ആ ബൂത്തിലെ 88ാമത്തെ ബൂത്തിലെ. അല്ല അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ. ഈ CPM ജില്ലാ സെക്രട്ടറി ഒരു പണിയും ചെയ്യാത്ത ആളാണ്. അതുകൊണ്ട് അത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഈ ബഹളം ഉണ്ടാക്കുക. പാർട്ടിയിലെല്ലാം വ്യാജ വോട്ട്. അവിടെ ചേർത്തേക്കണേ വ്യാജ വോട്ടാണ്. കുറച്ചേ ചേർത്തിട്ടുള്ളൂ. അതൊക്കെ വല്ല പാർട്ടിക്കാരും ചേർത്ത്. ഇവരാരും മുൻകൈ എടുത്ത് ചേർത്തല്ല. ഞങ്ങളെ പാർട്ടി മുൻകൈ എടുത്ത് ഞങ്ങൾ ശ്രദ്ധിച്ച്. അദ്ദേഹം പറഞ്ഞത് ശരിയാ. പ്രതിപക്ഷ നേതാവായ എനിക്ക്, ഷാഫി പറമ്പിലിനും, ശ്രീകണ്ഠൻ, ഞങ്ങളെല്ലാവരും കൂടി, DCC പ്രസിഡന്റ്, ഞങ്ങളെല്ലാവരും കൂടി ചെയ്ത ലീഗ് നേതാക്കൾ അവര് പ്രത്യേകമായി ശ്രദ്ധിച്ച് അവരൊക്കെ പ്രത്യേകമായ ക്യാമ്പ് നടത്തി പരിപാടി നടത്തി ചെയ്തതിന് അസൂയപ്പെടേണ്ട കാര്യമില്ല. എന്തെല്ലാം നാടകങ്ങൾ തുടങ്ങി. അതിലെ അവസാനത്തെ നാടകം 18-ാം തീയതി ആവർത്തിക്കട്ടെ. ഒറ്റ കാര്യം ഞാൻ പറയുള്ളത്, തിരിഞ്ഞു കയറും. എല്ലാം തിരിഞ്ഞു കയറിയല്ല.